നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഗിറ്റബിൽ നമ്മളൊരു വെബ്സൈറ്റ് എങ്ങനെ ഹോസ്റ്റ് ചെയ്യാം, അതായത് സ്റ്റാറ്റിക് വെബ്സൈറ്റുകൾ എങ്ങനെ ഹോസ്റ്റ് ചെയ്യാം അത് ഫ്രീ ആയിട്ട്, പിന്നെ ഡൊമൈൻ ഇതിൽ എങ്ങനെ കണക്ട് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ github.com എന്നുള്ള സൈറ്റിൽ കയറുക, ന്യൂ എന്ന് കൊടുക്കുക, റെപ്പോസിറ്ററി. ഇവിടെ നിങ്ങൾക്കൊരു റെപ്പോസിറ്ററിൻ്റെ ഒരു പേര് കൊടുക്കുക. ഞാൻ അശ്വിൻ കൊടുത്തു. ഓക്കെ, ആൾറെഡി എടുത്തിട്ടുണ്ട്, അപ്പോൾ എന്തെങ്കിലും കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആ നെയിം വെച്ചിട്ടാവും വരിക. ഡിസ്ക്രിപ്ഷൻ ഒക്കെ വേണമെങ്കിൽ എന്തെങ്കിലും കൊടുക്കാം, വേണമെന്നില്ല. ക്രിയേറ്റ് റെപ്പോസിറ്ററി കൊടുക്കുക, ജസ്റ്റ് വെയിറ്റ്. അപ്പോൾ ഇവിടെ 2 ഓപ്ഷൻ ഉണ്ടാവും. അപ്ലോഡ് ആൻഡ് എക്സിസ്റ്റിംഗ് ഫയൽ എന്ന് പറയുന്നുണ്ടാവും, അത് കൊടുക്കുക. അത് കൊടുത്ത ശേഷം നിങ്ങൾ ഫയൽ ഇതിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇനി ഇത്ര ഫയലുകളാണ് ഇപ്പോൾ കൊണ്ടുവന്നു, അല്ലെങ്കിൽ വലിച്ചിടുക കേട്ടോ, ഡ്രാഗ് ചെയ്തിടാം. പിന്നെ നമുക്കുള്ളത് ഒരു ഫോൾഡറാണ്. ഓക്കെ, ഈ ഫോൾഡറിനെ നമുക്കിത് ഇടാം. ഇമേജിൻ്റെ ഫോൾഡറാണ്, നമുക്കിത് വലിച്ചിടാൻ പറ്റുമോ നോക്കാം. അതായി, ആ ഇമേജിൽ ആയി. ഓക്കെ, കമ്മിറ്റ് കൊടുക്കുക. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയി. നമ്മൾ സെറ്റിങ്സിൽ വരിക. സെറ്റിങ്സിൽ വന്നിട്ട് പേജസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, ഗിറ്റബ് ആക്ഷൻസിൽ കൊടുക്കുക. ഇവിടെ ഉണ്ടാവും സ്റ്റാറ്റിക് ഗിറ്റബ് പേജ് ആക്ഷൻ എന്നുള്ളൊരു ഓപ്ഷൻ. കോൺഫിഗറേഷൻ കൊടുക്കുക, കമ്മിറ്റ് ചേഞ്ച് കൊടുക്കുക, കമ്മിറ്റ് കൊടുക്കുക. ഇനി വീണ്ടും നമ്മൾ ഒന്ന് റിഫ്രഷ് ചെയ്യാം. ഓക്കെ, ഇതുണ്ടല്ലോ ഈ ഒരു പെൻഡിങ് എന്നുള്ളത് സക്സസ് ആവും, ഇവിടെ ക്രിയേറ്റ് ആയി. ഓക്കെ, ക്ലിയർ ആയി. ഇനി സെറ്റിങ്സിൽ പോവുക. അതിൽ നമ്മളെ പേജസിൽ പോകുന്ന വഴി അത് സൈറ്റിൻ്റെ ലിങ്ക് കൂടെ കണ്ടോ, വിസിറ്റ് സൈറ്റ്സ്. സൈറ്റ് നമുക്ക് കിട്ടി, എല്ലാ പേജുകളും നമുക്ക് ഇവിടെ കയറുന്നുണ്ട്. ഓക്കെ, അത്രേ ഉള്ളൂ. ഇതിൽ പിന്നെ ഡൊമൈൻ നമുക്ക് കണക്ട് ചെയ്യാം, അത് നമുക്ക് അടുത്തേക്ക് പഠിക്കാം. ഓക്കെ.